കോഴിക്കോട്ടെ മാറാട്ടുള്ള അയ്യപ്പ ഭജനമഠം തകർത്തു നിൽക്കുന്നല്ലോ. അത് ഇന്ന് രാവിലെയാണ് സംഭവിച്ചത്. അയ്യപ്പ ഭജനമഠം നവാസ് എന്നു പേരുള്ള ഒരാൾ ആക്രമിച്ചു. അയാൾ പുറത്തൊരു ബാക്ക് പാക്ക് ഒക്കെ ആയിട്ട് വന്ന് പാൻറ്റൊക്കെ ധരിച്ചിരിക്കുന്നതാണ്. ബാക്ക് പാക്കിന് എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. വന്ന് ഭജനമഠം അങ്ങ് അടിച്ച് തകർത്തു. എന്നിട്ട് അവിടുത്തെ ഗുരുസ്വാമിയെ ആക്രമിച്ചു. ഗുരുസ്വാമിക്ക് സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇയാളെ നാട്ടുകാർ പിടികൂടിയപ്പോൾ പോലീസും വന്ന് പിടികൂടുമ്പോൾ ഇയാൾ ഭയങ്കരമായി കുതിറുകയാണ്. കുതിറിയിട്ട് പറയുന്നു, ഞാൻ മുജാഹിദിനാണ്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ തീവ്രവാദിയാണ്, ഞാൻ തീവ്രവാദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നെ ഒറ്റയ്ക്ക് നോക്കടാ, ഞാൻ കളി പഠിപ്പിക്കും, ഞാൻ എന്നെ തൊട്ടാൽ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാളുടെ വിക്രിയാണ്. ഇപ്പം ഞാനത് ആലോചിക്കുന്നതല്ല, ഞാൻ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഏത് ചാനലാണ് വിട്ടിരിക്കുന്നത്? റിപ്പോർട്ടർ അല്ലേ? ഇപ്പോൾ ഒന്നാമത്തെ ചാനലാണ്. അതെ, ഈ ഒന്നാമത്തെ ചാനലിൽ വാർത്തയില്ല. അയ്യപ്പ ഭജനമഠം ആക്രമിച്ച് അവിടുത്തെ ഗുരുസ്വാമിയെ ആക്രമിച്ച് നവാസ് എന്ന് പറയുന്ന ഒരു പ്രതിയെ പിടിയിലായി. അത് റിപ്പോർട്ടറിൽ വാർത്തയില്ല, 24-ൽ കണ്ടിട്ടില്ല. പക്ഷേ റിപ്പോർട്ടറിലില്ലെങ്കിൽ മലയാളം ചാനലുകളുടെ ഒരു സ്വഭാവമാണല്ലോ. അതേസമയം ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയെ വല്ലയിടത്തും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേറൊരു മതത്തിൻ്റെ ഒരു സ്ഥാനത്തേക്ക് ഒരു ഹിന്ദു നാമധാരി കയറി അയാൾക്ക് മാനസിക രോഗം ഉണ്ടെങ്കിൽ പോലും, ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കയറി എന്തെങ്കിലും അക്രമം നടത്തിയാൽ ഇപ്പോൾ ഹെഡ്ലൈൻസ് ആയിരുന്നു അല്ലേ? CPM-ൻ്റെ പ്രതിഷേധം വരും, തുടാപ്പികളുടെ ജാഥ വരും, DYFIയുടെ കരച്ചിൽ വരും, എന്തൊക്കെയായിരുന്നു. ഈ മാറാട് മേഖല എന്ന് പറയുന്നത് ഈ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നൊരു സ്ഥലമാണ്. ഇയാൾ നവാസ് എന്നാണ് ഇയാളുടെ പേര്. ഇപ്പം ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഗുരുവായൂർ ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഗുരുവായൂർ ഒരുത്തൻ വന്നിട്ട് അയാളുടെ ഗുഹ്യഭാഗത്തെ രോമം പറിച്ച് തുളസിത്തറയിലിട്ടു. അത് വലിയ വിവാദമായ ഉടനെ അയാളെക്കാൾ മുമ്പ് ഗുരുവായൂർ പോലീസ് പറഞ്ഞു അയാൾക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞു. ഇവിടെ വേറൊരുത്തൻ ഫോൺ ചെയ്ത് INS വിക്രാന്ത്, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ വിക്രാന്ത് ഇപ്പോൾ എവിടെയാണ്, വിക്രാന്തിൻ്റെ ലൊക്കേഷൻ ചോദിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാഘവനാണെന്നും പറഞ്ഞ് വിളിച്ചു. ഉടനെ അയാളും മാനസിക രോഗിയായി. ഇനി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് അടുത്തൊരു പള്ളിയിൽ, ക്രിസ്ത്യൻ പള്ളിയിൽ പുൽക്കൂടൊരുക്കി യേശുദേവൻ്റെയും ഉണ്ണി യേശുവിൻ്റെയും ഒക്കെ തിരുരൂപങ്ങൾ എടുത്ത് തകർത്തു. ആ പിടിച്ചവനും മാനസിക രോഗം. അങ്ങനെ ഈ മാനസിക രോഗം വരുന്നതൊക്കെ ഒരു സമുദായത്തിൽപ്പെട്ടവർക്കാണ്. മറ്റേ സമുദായത്തിലുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യും. അവർ ചെയ്യുന്ന പണി മറ്റ് സമുദായത്തിലുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന പ്രവൃത്തി ചെയ്യും. ആരാധനാലയം തകർക്കും, അവരുടെ തിരുരൂപങ്ങൾ തകർക്കും, വിശ്വാസങ്ങളെ ഹനിക്കും, എന്നിട്ട് ഭ്രാന്താണെന്ന് പറയും. ഇതൊരു വല്ലാത്ത ഭ്രാന്താണല്ലോ. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുക. അവർക്കൊക്കെ ഭ്രാന്താണ്. ഇപ്പം ഷാരൂഖ് സൈഫിയില്ലേ, നമ്മുടെ എലത്തൂർ തീ വച്ചവൻ, അവൻ പറയുന്നത് അവന് ഭ്രാന്താന്നാ. ഇപ്പോൾ കോടതി പറഞ്ഞു നീ ഭ്രാന്താന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിന്നൊക്കെ പരിശോധിച്ചു, നിനക്കൊരു ഭ്രാന്തുമില്ല, ഒരു തേങ്ങയില്ല, എന്നിട്ട് നീ ഇപ്പോൾ ജാമ്യമായിട്ട് വന്നിരിക്കുക, നിനക്ക് വിചാരണ വൈകുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ മാത്രമല്ല കോടതിയുടെ മുമ്പാകെ NIA സത്യവാങ്മൂലം കൊടുത്തു. ഞാൻ എൻ്റെ പാപമെല്ലാം കഴുകിക്കളയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ കാഫറുകളെ മുഴുവൻ കൊല്ലണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ട്രെയിൻ തീ വെച്ചത്, അത് വലിയ തീ പിടുത്തം ഉണ്ടായി, ഒരുപാട് പേര് ചാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ വന്നത് എന്നും പറഞ്ഞു. അത് വാർത്തയല്ല. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ മാനസിക രോഗികൾ, ഒരു പ്രത്യേക മതത്തിൽ നിന്നുള്ള മാനസിക രോഗികൾ ഉണ്ടാകുന്നു. ആ മതത്തിലുള്ള ആ മാനസിക രോഗികൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളെ ആക്രമിക്കുക, വിശ്വാസത്തെ ഹനിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. മാധ്യമങ്ങൾക്ക് അതിനേക്കാൾ വലിയ മാനസിക രോഗമാണ്. കാരണം ചില പ്രത്യേക മാനസിക രോഗം മാത്രമല്ല, കാഴ്ചക്കുറവ്, തിരിച്ചറിവില്ലായ്മ തുടങ്ങിയ രോഗങ്ങളിലൂടെ കേരളത്തിലെ മാധ്യമങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ത് തെറ്റും തെമ്മാടിത്തരവും ചെയ്ത മാധ്യമങ്ങൾ കാണില്ല, കേൾക്കില്ല, പറയില്ല, എഴുതില്ല. അപ്പോൾ അതെന്ത് രോഗമായിരിക്കും മാധ്യമങ്ങൾക്ക്? നമ്മുടെ ഒരു മറ്റേ മാധ്യമ പ്രവർത്തകർ പറഞ്ഞതുപോലെ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ സംഘപരിവാറിന്റെ കരുത്ത് കൂടും. അതുകൊണ്ട് ഞങ്ങൾ പറയത്തില്ല. ഏതായാലും മാറാട് ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ? കോഴിക്കോട് ഭാഗത്ത് ജോലി ചെയ്തിട്ടുണ്ട്. മാറാട്ട കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ സിനുവിന് പറയാനുണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പം കോഴിക്കോട്ട് ഈ ഏറ്റവും അധികം കടലോര മേഖലയിൽ രണ്ട് കൂട്ടർക്ക് ഒരുപാട് സ്വാധീനമുള്ള മേഖലയാണ്. ഇപ്പൊ ഹൈന്ദവ സമുദായത്തിൽ, അങ്ങനെയല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും. അപ്പോൾ ആ മാറാട് നിന്ന് ഹിന്ദുക്കളെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ സമയത്താണ് അവിടെ നിന്ന് ഒരുമിച്ച്
രാവിലെ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് കൈയൊക്കെ കൊടുത്ത് ഒരുമിച്ച് വള്ളം ഉന്തി കടലിലേക്ക് ഇറങ്ങി അങ്ങനെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ നിൽക്കുന്ന ആളുകളെയാണ് മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ വന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ ഉച്ചയ്ക്ക് ശേഷം വെറുതെ കയറി വെട്ടുന്നു, കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഈ കുറേ പേര് രക്ഷപ്പെട്ട് ഓടി. എന്നിട്ട് ഇവരെല്ലാം ഓടിക്കയറി ഇരിക്കുന്നത് അവിടുത്തെ ഒരു പള്ളിയിലാണ്, മോസ്കിലാണ്. ഈ മോസ്കിൽ കയറി ഇരുന്ന ആളുകൾ അതിനകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഹിന്ദുക്കളായിട്ടുള്ള കുറേ ആളുകൾ തടിച്ചുകൂടി. അന്ന് അവരെ രക്ഷിക്കാനായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി അവിടെ എത്തുന്നു. കേന്ദ്രമന്ത്രി അവിടെ എത്തിയ ബലത്തിൽ, ഏത് കേന്ദ്രമന്ത്രി? അഹമ്മദ് എന്ന് പറയുന്നത് പേടി. അപ്പോൾ മുസ്ലിങ്ങളായ കുറെ സ്ത്രീകൾ ഈ പള്ളിക്ക് ചുറ്റും നിരന്ന് നിൽക്കുകയാണ്, ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. എന്താണ് ചെയ്തത്? ഈ കേന്ദ്രമന്ത്രിയെ കുറിച്ചല്ലേ പണ്ട് റാണയ്ക്കും മറ്റേ ഒക്കെ പാസ്പോർട്ട് കിട്ടിയത് ഇതിനെക്കുറിച്ച്? അതെ അതെ, കേന്ദ്രമന്ത്രിയുടെ ഈ പാകിസ്ഥാൻ ബന്ധമൊക്കെ ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ ഡിപ്ലോമാറ്റിന്റെ മകനാണെന്നൊക്കെ അറിഞ്ഞിട്ടും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടി, ഇവിടെ ടൂറിസ്റ്റ് സ്ഥാപനം തുടങ്ങാൻ അനുമതി കിട്ടി എന്നൊക്കെ പറയുന്നത് റാണയും ഹെഡ്ലി കൂടെ വന്നിട്ടാണ് ഇവിടെ ബോംബ് സ്ഫോടനം നടത്തിയിട്ട് പോയത്. അപ്പോൾ ആ കേന്ദ്രമന്ത്രിയുടെ പിന്നിൽ ഒരുപാട് നിഗൂഢതകൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമല്ലേ? എന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി AK ആന്റണിയെ മാറാട് കാല് കുത്തിക്കാൻ അനുവദിക്കില്ലെന്ന് അവിടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തപ്പോൾ കേരള സർക്കാരിന്, കേരള പോലീസിന് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അന്ന് ഹിന്ദു ഐക്യവേദിയുടെ മറ്റേ ഭാരവാഹിയായ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ ഉള്ള നേതാക്കൾ ചെന്നാണ് ഈ പ്രശ്നത്തിന് ഒരു താൽക്കാലികമായെങ്കിലും പരിഹാരം ഉണ്ടാക്കി. പക്ഷെ അപ്പോഴും നമ്മൾ മറക്കേണ്ട ഒരു കാര്യം, ആ കലാപത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ, അതിൽ പ്രവർത്തിച്ച ആളുകളെല്ലാം ആ പള്ളിക്കുള്ളിലുണ്ടായിരുന്നു. അന്ന് പോലീസ് ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ സംഭവങ്ങളൊക്കെ പുറത്തറിയുകയും ഇന്നത്തെ പോലെ ഒരു കലാപ സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ മോസ്ക് ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ. മോസ്ക് ഇപ്പോഴും ഉണ്ട്, അവിടെ ഇപ്പോൾ ആരാധന നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കുറെ കാലത്തേക്ക് ആരാധനയൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ അതിനകത്ത് ചോരക്കറ, മനുഷ്യന്റെ രക്തം പുരണ്ട കൊടുവാളുകളും കത്തികളും വടിവാളും ഒക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ച് കഴുകി വൃത്തിയാക്കി എന്നാണ് പറയുന്നത്. അതെ, മാത്രമല്ല അത് പിന്നീട് അവിടെ എടുത്ത് മാറ്റാൻ ഒരു അസാഹചര്യം ഉണ്ടായതല്ല, ഈ സ്ത്രീകളും പോലീസും വിചാരിച്ചിട്ടാ. പക്ഷെ അന്ന് ആർജവമുള്ള 1-2 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട, SP നേരിട്ട് വരും, അല്ലെ കമ്മീഷണർ നേരിട്ട് വരും, ഇനി കമ്മീഷണറിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് പറയും. പിന്നീട് കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അതിലേക്ക് തന്നെ ചില ഹൈന്ദവ നാമധാരികളായ ആളുകൾ കടന്നു കയറിയെന്നും ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടവർക്ക് പിന്നീട് ബന്ധുക്കൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളൊക്കെ ഇപ്പം വലിയ ചർച്ചയൊക്കെ വീടുകളിൽ വന്നിട്ട് നിങ്ങൾ കേസ് കൊടുക്കണ്ട, ഓരോരുത്തർക്ക് 5 ലക്ഷം രൂപ വരെ വലിയൊരു മുതലാളി തരുന്നുണ്ട്, നിങ്ങൾക്ക് ജോലി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തിനാണ് ആ വ്യക്തി പിന്നീട് സിനിമ പിടിക്കാനൊക്കെ പോയിരുന്നു. നായകൻ പാകിസ്ഥാനിലെ ഒരു ക്രിക്കറ്റ് താരമൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് പലരും പറയുന്നത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുവരണ്ട, ഞങ്ങളൊന്നും പറയുന്നില്ല എന്നാ. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യവസായ പ്രമുഖൻ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് എന്തായിരുന്നു? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? അല്ല, മാറാട് എന്ന് പറയുന്നത് കേരളത്തിൽ നടന്ന ഒരു വംശഹത്യയാണ്. മലബാർ കലാപത്തിന് ശേഷം 1921 ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച്, അപൂർവം ചില ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, തെരഞ്ഞുപിടിച്ച് കൊല നടത്തിയ, അതിനുശേഷമുള്ള വംശീയ സ്വഭാവത്തിലുള്ള ഹിന്ദു ഉന്മൂലനം ലക്ഷ്യമാക്കി നടത്തിയ കൂട്ടക്കൊലയാണ് മാറാട് നടന്നു. അതിനുശേഷം മാറാട് അതിന് CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒക്കെ അട്ടിമറിക്കപ്പെട്ടു. കാരണം കേരളത്തിൽ ഈ പഹൽഗാമിൽ നടന്നതുപോലെയുള്ള ഭീകര ആക്രമണമാണ് മാറാട് നടന്നത്. തീവ്രവാദ ശക്തികളായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ കടൽ തീരം സ്വാധീനം ഉറപ്പിക്കാൻ ചില മതശക്തികൾ വളരെ കാലമായി സംഘടിതമായ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ മുനമ്പം തന്നെ നോക്കിയാലും അറിയാം, മുനമ്പത്തെ ഭൂമി ഇടപാട് മുഴുവൻ വ്യാജമാണെന്നും ഈ പറയുന്ന സേട്ടുവിൻ്റെ ഭൂമി അല്ലെന്നുള്ളതിൻ്റെ രേഖകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ജോഷി മയ്യാറ്റിൽ അച്ഛൻ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോഷി മയ്യാറ്റിൽ അച്ഛൻ ഇത് സംബന്ധിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അടുത്ത ദിവസം വരും, നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുക. ഏതായാലും കേരളത്തിലെ കടൽ തീരം തുറന്നു കിടക്കണമെന്നും അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ, ഞങ്ങളുടെ സ്വാധീന മേഖലയാവണം, അവിടുന്ന് ഹിന്ദുക്കളെക്കുറിച്ച് പറയുന്നത്, ഹിന്ദുക്കൾ എന്തൊക്കെ പറഞ്ഞാലും ദേശസ്നേഹമുള്ളവരാണ് മഹാഭൂരിപക്ഷം. പിന്നെ സുഡാപ്പിയുടെ സ്വാധീനത്തിന് വഴങ്ങി അവൻ്റെ വല്ലതുമൊക്കെ നക്കാപ്പിച്ച കിട്ടുന്നതിന് പിന്നാലെ പോകുന്ന ഹിന്ദുക്കളും ഉണ്ടാവായിരിക്കാം. പക്ഷെ പിന്നെ കമ്മ്യൂണിസ്റ്റുകൾ ദേശസ്നേഹികളാണോ എന്നുള്ളത് അവർ തന്നെ പറയണം. ഇന്ത്യ എന്ന രാജ്യത്തോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്നുള്ളത്. അപ്പോൾ ഏതായാലും ഹിന്ദുക്കളായിട്ടുള്ള ദേശീയ ബോധമുള്ള ആളുകൾ കടൽ തീരങ്ങളിൽ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട്. അതിൻ്റെ ആ വിഭാഗത്തിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിരുന്നു മാറാട് കൂട്ടക്കൊല ഇന്നും ദുരൂഹമാണ്. പക്ഷേ എനിക്ക് സങ്കടം എന്ന് പറയുന്നത്, ഈ കേന്ദ്രത്തിൽ മോദി സർക്കാർ വന്നിട്ട് 11 വർഷമാവുന്നു, എന്നിട്ടും ഈ മാറാട് കൂട്ടക്കൊലയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ല. UP-യിൽ ഇതുപോലെ സമ്പലിൽ നടന്ന കൂട്ടക്കൊലയുണ്ട്. സമ്പലിൽ ഈ ഹിന്ദുക്കളെ മുഴുവൻ ഓടിച്ച് അവരുടെ വീടുകളും ക്ഷേത്രങ്ങളും ഒക്കെ കൊള്ളയടിച്ച് സ്വന്തമാക്കി അവിടെ മുസ്ലിമുകൾ
കഴിയുമായിരുന്നു. ഇപ്പോൾ UP-യിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ വന്നതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കുന്നു, ക്ഷേത്രങ്ങൾ തിരിച്ചു പിടിക്കുന്നു, ഹിന്ദുക്കളെ ഓടിപ്പോയ ഹിന്ദുക്കളെ തിരിച്ചു കൊണ്ടുവരുന്നു, അവരുടെ മറ്റവർ കയറി താമസിച്ച കാശ്മീരിൽ പണ്ഡിറ്റുകളെ ഓടിച്ചിട്ടതിന് ശേഷം മുസ്ലിമുകൾ കയറി കയ്യേറിയ സ്വത്തുക്കളും വീടുകളുമൊക്കെ യഥാർത്ഥ അവകാശികളായ ഹിന്ദുക്കൾക്ക് തിരിച്ചു കൊടുക്കുന്നു. 70കളിൽ നടന്ന ആ കൂട്ടക്കൊലയെക്കുറിച്ച് ഇപ്പോൾ പുതിയ FIR ഇട്ട് അന്വേഷണം നടക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ സംസ്ഥാനത്ത് ഈ പറയുന്ന പോലെ ഒരു ഹിന്ദു കൺസേൺ ഉള്ള ഒരു സർക്കാർ ബന്ധമുണ്ടാണ്. കേരളത്തിൽ പക്ഷേ ആ ഭാഗ്യമില്ല. കേരളത്തിലെ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ഒരു വംശഹത്യയും ഒരു കൂട്ടക്കൊലയും പുറത്തേക്ക് വരാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും ഭരണം ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ഒരു സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ഭരണമാണ് നടക്കുന്നത്. കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരേപോലെ അരികുവൽക്കരിക്കപ്പെട്ട് ആട്ടിപ്പായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ട്. പക്ഷെ ഞാൻ പറയുന്നതല്ല, ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ ഇവിടെ എല്ലാവർക്കും സമാധാനത്തോടെയും സഹവർത്തിത്വത്തോടെയും ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണമെന്ന് ലക്ഷ്യത്തോടെ പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങളാണ്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, മാറാട് അയ്യപ്പ ഭജനമഠം ആക്രമിച്ച് അവിടുത്തെ ഗുരുസ്വാമിയെ ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവം വാർത്തയായിട്ട് പോലും കൊടുക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവാത്തതിൻ്റെ പിന്നിലെ അജണ്ട വല്ലാതെ ദുരൂഹമാണ്. അത് കേരളത്തിലെ ഹിന്ദുവിനെ കൂട്ടക്കൊല ചെയ്താൽ പോലും ഇവർ മിണ്ടില്ല. ഇപ്പൊ ഈ നേരത്തെ തന്നെ ഇപ്പൊ ഈ അവിടെ പ്രശ്നം ഉണ്ടായ സമയത്ത് അന്ന് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. പിന്നീട് അവിടുത്തെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിനോട് ക്ഷമിക്കുകയും അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടുകയൊക്കെ ചെയ്തപ്പോഴാണ് പിന്നീട് അവരെ തിരിച്ച് ഇവിടെ വന്ന് താമസിക്കാനുള്ള അനുവാദം കൊടുത്തത്. ഇപ്പൊ വീണ്ടും അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ അവരുടെ ഒരു പൂജാ സ്ഥലത്ത് അല്ലെ ആരാധനാ സ്ഥലത്ത് പോയി അടിച്ച് അമർത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ ഒരു കലാപ സമാനമായ അന്തരീക്ഷത്തിന് തുടക്കം കുറിക്കുന്നതിന് തുല്യമായിട്ട് തീർച്ചയായിട്ടും ആയിരിക്കും. കാരണം പിന്നെ വേറെ കാര്യമുണ്ടല്ലോ, ഉടനെ നമ്മുടെ പോലീസ് ഇപ്പൊ തന്നെ പറയുമായിരിക്കും അവൻ മാനസിക രോഗിയാണ്. ഈ ഗുരുവായൂർ ഈ രോമം പറിച്ചിട്ടവനെ ആരെങ്കിലും അവര് മാനസിക രോഗമാണ്, ആരെങ്കിലും വാർത്ത കൊടുത്താൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാൽ നിന്റെ മൂക്ക് എത്തിക്കളയുമെന്ന് പറഞ്ഞാണ് തൃശ്ശൂർ SP അറിയപ്പെട്ടത്. എന്നിട്ട് അതിൽ പോസ്റ്റ് ഇട്ട ശ്രീരാജ് കൈമൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഹിന്ദു സേവാ മണ്ഡലം അല്ലേ, ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തകനായ ശ്രീരാജിനെ കള്ളക്കേസിൽ കൊടുക്കി 1 മാസത്തോളം പോലീസ് ജയിലിലടിച്ചു. എന്താണെന്നറിയോ? ഇവൻ ഇങ്ങനെ തുളസിത്തറയിൽ ഗുഹ്യഭാഗത്തെ രോമം പറിച്ചിട്ടു എന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടെ അതിൽ പ്രതിഷേധം അറിയിച്ചത് ചെയ്തവന് വട്ടാണെന്ന് പോലീസ് തന്നെ പറഞ്ഞു വിട്ടു. അതിൽ പ്രതിഷേധിച്ചവനെ ജയിലിലടച്ചു. 1 മാസം ജയിലിൽ കിടന്നു. അവസാനം ഹൈക്കോടതി വന്നപ്പോൾ ഹൈക്കോടതി ചോദിച്ചു, ഇതെന്ത് ന്യായം? ഒരാൾക്ക് ഈ ഒരു നാട്ടിൽ ഒരു കൊള്ളരുതായ്മ നടന്നാൽ അത് പറഞ്ഞുകൂടെ? അത് മാത്രമല്ല, നിങ്ങൾ ഈ വലിയൊരു വർഗീയ കലാപവും മതസ്പർദ്ധയും ഉണ്ടാക്കാൻ ഉതകുന്ന കാര്യം ചെയ്ത ആൾക്കെതിരെ എന്ത് ചെയ്തു? റിപ്പോർട്ട് തരാൻ പറഞ്ഞു. പോലീസ് വിട്ടുപോയി. ഗുരുവായൂർ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലം ഓർക്കുന്നത്. പക്ഷെ ഗുരുവായൂർ പോലീസിന്റെ സ്വഭാവം അല്ല എന്നാണ് അവർ തെളിയിച്ചത്. അപ്പോൾ ഒരു ഇസ്ലാമിക ബന്ധമുള്ള ഒരാൾ എന്തു ചെയ്താലും അതിനെ വെള്ളപൂശാൻ പോലീസ് നിൽക്കുന്നു. അപ്പം നിഷ്പക്ഷമായല്ലേ പോലീസ് പ്രവർത്തിക്കണ്ടേ? നിഷ്പക്ഷമായല്ലേ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്? ഇപ്പോൾ ഇവരെ ഭയന്നിട്ടാണോ അതോ ഇവരുടെ സ്വാധീനത്താലാണോ അതോ ഇവർ കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളും സമ്മാനങ്ങളും കിട്ടുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ മൂടി വെക്കുന്ന പ്രവണത കേരളത്തിലെ മാധ്യമങ്ങൾ ദിനേന കൂട്ടി വരികയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാറാട് എന്ന് പറയുന്ന ഏറ്റവും ക്രിട്ടിക്കലായുള്ള സ്ഥലമാണ്. അവിടെ ഇത് നടന്നിട്ട് പോലും അതുപോലും റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. വലിയ കഷ്ടമാണ്. കേരളത്തിലെ ഹിന്ദുക്കൾ ഇത് മനസ്സിലാവുന്നില്ല. എന്നിട്ടും അവർ ഈ ചാനലെല്ലാം കണ്ട് അതിൻ്റെ റേറ്റിംഗ് കൂട്ടിക്കൊടുക്കും. റേറ്റിംഗ് കൂട്ടിക്കൊടുത്താൽ അവർക്ക് വരുമാനം കൂടും. അവർ വീണ്ടും ഇതേ പരിപാടി പൂർവാധികം ശക്തിയോടെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.